ഗാസയെ ചോരയിൽ മുക്കുകയാണ് ഇസ്രയേൽ. ഗാസയിൽ കരയുദ്ധം തുടങ്ങിയതിനു ശേഷം അവിടെ നിന്ന് കൂട്ടപലായനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 100-ലധികം പേരുടെ മരണം ഇതിനോടകം റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന സാഹചര്യം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്ന വാർത്തകളാണ് ഗാസയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഗാസ സിറ്റിയുടെ നിയന്ത്രണം പൂർണ്ണമായും ഇസ്രയേൽ കൈയടക്കിയിരിക്കുന്നു എന്ന വിവരങ്ങൾ അവിടെ നിന്ന് വരുന്നു. കരമാർഗം യുദ്ധം നടത്തുന്നു, ഒപ്പം തന്നെ വ്യോമമാർഗമുള്ള ആക്രമണവും അവിടെ തുടരുന്നു എന്നതാണ് വിവരം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെടുന്നു. വീടുകളും ആശുപത്രികളും സ്കൂളുകളും കേന്ദ്രീകരിച്ചുള്ള ആക്രമണം പോലും ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഗാസയിലെ നമുക്കറിയാം, ഇപ്പോൾ ഏതാണ്ട് 10 ലക്ഷം പേരാണ് ഗാസയിൽ അധിവസിക്കുന്നത്. അവിടെ നിന്ന് കൂട്ടപലായനം നടക്കുകയാണ്. ഏതാണ്ട് 3 ലക്ഷം പേർ ഇതിനോടകം തന്നെ ഒഴിഞ്ഞു പോയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അത്രമാത്രം ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലൂടെ ഗാസ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, സൈനിക നടപടികൾ ഒക്ടോബർ 7-ന് ശേഷം ഇസ്രയേൽ ആരംഭിച്ച സൈനിക നടപടികളിലെ ഏറ്റവും കലുഷിതമായ, ഏറ്റവും രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ് ഗാസ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് കരയാക്രമണം ശക്തമാക്കിയത്. ഇപ്പോഴും ശക്തമായ സൈനിക നീക്കം നടക്കുന്നു എന്നതാണ് വിവരം. കൂടുതൽ ശക്തമായ ആക്രമണത്തിന് ഇസ്രയേൽ തയ്യാറെടുക്കുന്നു എന്ന വിവരമാണ് വരുന്നത്. കൂട്ടപലായനത്തിനായി ഈ ഇസ്രയേൽ അനുമതി നൽകിയിട്ടുള്ള അൽ റഷീദ് സ്ട്രീറ്റിൽ വൻ ജനക്കൂട്ടമാണ് ഉള്ളത്. ആളുകൾ കയ്യിൽ കിട്ടുന്ന സമ്പാദ്യം മാത്രം എടുത്തുകൊണ്ട് അവിടെ നിന്ന് പലായനം ചെയ്യുന്ന കാഴ്ചയാണ് പലസ്തീനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഗാസയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ അൽ റഷീദ് സ്ട്രീറ്റിൽ ആ രീതിയിലുള്ള വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. വലിയ കെട്ടിടങ്ങളൊക്കെയും നിലംപരിശായ നിലയിലാണ്. ഭക്ഷണം കിട്ടാതെ മരിച്ചവരുടെ എണ്ണം 428 കടന്നു എന്ന വിവരങ്ങൾ അവിടെ നിന്ന് വരികയാണ്. ഇസ്രയേലിന്റെ ഉപരോധം എങ്ങനെയൊക്കെയാണ് പലസ്തീനികളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ ഉൾപ്പെടെ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നതിന്റെ വാർത്തകൾ വന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം ഈ ഭക്ഷണം കിട്ടാതെ മരിച്ചവരുടെ എണ്ണം 428 കടന്നിരിക്കുന്നു എന്ന വിവരമാണ് അവിടെ നിന്ന് വരുന്നത്. ഇതിനോടകം 65,000 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരവും സ്ഥിരീകരിക്കപ്പെടുകയാണ്. ഒക്ടോബർ 7-ന് ശേഷം നടന്ന ആക്രമണത്തിൽ ഇസ്രയേൽ സൈനിക നടപടികളിൽ മാത്രം കൊല്ലപ്പെട്ടവരുടെ എണ്ണമാണ് 65,000 കടന്നിരിക്കുന്നത്. 2006-ന് ശേഷം ഗാസ ഹമാസിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പലസ്തീനിലെ ഏറ്റവും ജനസംഖ്യയുള്ള നഗരമാണ് ഗാസ. ഗാസയിലെ ആകെയുള്ള ജനസംഖ്യ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 ലക്ഷമാണ്. അതിൽ ഭൂരിഭാഗം ആളുകളും അവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമാണ്. നേരത്തെ മറ്റു ഭാഗങ്ങളിൽ ഇസ്രയേൽ അവരുടെ സൈനിക നടപടികൾ ശക്തമാക്കുമ്പോൾ കൂടുതൽ പേരും ഗാസ സിറ്റിയിലേക്ക് വരികയും അവിടേക്ക് പലായനം ശക്തിപ്പെടുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ആളുകൾ അഭയം തേടിയിരുന്ന ഇടം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അതിരൂക്ഷമായ കരയാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ട് ആളുകൾ പലായനം ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഒരു കൈയിൽ അല്ലെങ്കിൽ 2 കൈകളിലായി ഒതുക്കാൻ കഴിയുന്ന സാധനങ്ങൾ മാത്രം എടുത്ത് അവിടെ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ഈ ആക്രമണത്തിന് ഇസ്രയേൽ ചൂണ്ടിക്കാട്ടുന്ന കാരണങ്ങൾ എന്ന് നോക്കിയാൽ 3000 ഹമാസ് ഭീകരർ ഇനിയും ഈ ഗസയിൽ ഉണ്ട് എന്നതാണ് ഇസ്രയേലിന്റെ അവകാശവാദം. അവരെ ഉന്മൂലനം ചെയ്യുക എന്നത് നേരത്തെ തന്നെ ഇസ്രയേൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യമായി പറഞ്ഞിരുന്നതാണ്. അപ്പോൾ അതിനുള്ള നീക്കങ്ങളാണ്, അതിനുള്ള സൈനിക നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രയേൽ നൽകുന്ന വിശദീകരണം അതാണ്. 3000 പേർ ഇനിയും ഇവിടെ ആളുകളെ ബന്ദികളാക്കി അവർക്കിടയിൽ ഉണ്ട് എന്നതാണ് ഇസ്രയേൽ പറയുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ ഈ പലായനം ചെയ്യുന്ന മനുഷ്യർ അവർക്കിടയിൽ ഭീകരരുണ്ടോ എന്ന തരത്തിലുള്ള പ്രത്യേകമായ തെരച്ചിലും ഇസ്രയേൽ ഈ ഘട്ടത്തിൽ നടത്തുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ ഗാസ കണ്ണീരണിയും എന്ന കാര്യം സൂചിപ്പിച്ചിരുന്നതാണ്. ആ രീതിയിൽ തന്നെ ഉള്ള മുന്നറിയിപ്പിന് പിന്നാലെയാണ് ഇപ്പോൾ ആക്രമണം ശക്തമാക്കിയിരിക്കുന്നത്. ഹമാസിനെ പരാജയപ്പെടുത്തി ബന്ദികളെ മോചിപ്പിക്കും എന്ന് കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു. ആ പ്രഖ്യാപനത്തിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ ആക്രമണം ശക്തിപ്പെടുത്തിയിരിക്കുന്നത്. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രയേൽ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഗാസയിൽ നടക്കുന്നത് വംശഹത്യയാണ് എന്നത് UN മനുഷ്യാവകാശ കമ്മീഷൻ
കമ്മീഷൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം വിശദീകരിച്ചിരുന്നതാണ്. അവിടെ നടക്കുന്നത് വംശഹത്യയാണ് എന്ന് UN പ്രഖ്യാപിക്കുകയും അതിന് പിന്നാലെ ലോകരാഷ്ട്രങ്ങൾ അതിനെയൊക്കെ അപലപിച്ച് രംഗത്ത് വരികയും ചെയ്ത സാഹചര്യത്തിലാണ് ഇസ്രയേൽ ഇപ്പോൾ കൂടുതൽ ആക്രമണവുമായി എത്തിയിരിക്കുന്നത്. ആരുടെ ഉപരോധവും ഞങ്ങളെ ഏശില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇസ്രയേലിന്റെ ഈ നടപടി. ഇപ്പോൾ നമ്മൾ